പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഹ്റാസ് ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോസ്റ്റർ എങ്ങനെ പിക്സൽ ലാബിൽ നമുക്ക് എളുപ്പത്തിൽ നിർമ്മിക്കാം എന്നുള്ളതാണ്. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പിക്സൽ ലാബിൽ ഈ പോസ്റ്റർ നിർമ്മിക്കാൻ കഴിയും. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ഗ്രേഡിയൻ്റ് കളറാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കളറായിട്ട് ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സെക്കൻഡ് കളർ നമ്മൾ മേലക്കാണ് കൊടുക്കുന്നത്, അവിടെ ലൈറ്റ് ബ്ലൂ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓക്കെ അടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വൈറ്റ് റൗണ്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് യെല്ലോ കളർ കൊടുത്തിട്ട് കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ താഴെ കോർണറിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി 50% ആക്കിയതിന് ശേഷം ആ ലെയർ ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ത്രികോണം ഷേപ്പ് എടുത്തിട്ട് അതൊന്ന് വലുതാക്കിയിട്ട് മേലെ കൊണ്ടുവെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് അതിന് ഗ്രേഡിയൻ്റ് കളർ കൊടുക്കുക. വൈറ്റ് ഗ്രേഡിയൻ്റ് കളറ് നമ്മുടെ ആവശ്യമായ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. കോഡ് FM പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അത് നമ്മൾ ഫോണ്ടും ആഡ് ചെയ്തു. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ആഡ് ചെയ്തു. അതിന് സ്ട്രോക്ക് 10 കൊടുത്തത്, സൈസ് 32. അടുത്തത് അയാളുടെ പേര് നമ്മൾ ആഡ് ചെയ്യും. അതും കോഡ് FM പോയിട്ട് പേസ്റ്റ് ചെയ്തു. നേരത്തെ അത് ഉപയോഗിച്ച അതേ ഫോണ്ട് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത്. അതിനുശേഷം ജെ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം MM മാജിദ് ഫോണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അഭിനന്ദനങ്ങൾ എന്ന PNG സെലക്ട് ചെയ്തു. അതിനെ നമ്മൾ സൈസൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചു. താഴെ നമ്മൾ സ്ക്വയർ ഷേപ്പ് എടുത്തിട്ട് അവിടെ നമ്മൾ KMS കുന്നുംപുറം എന്ന സംഘടനയുടെ പേരും ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ ഏകദേശം തീരുമാനമായി. ഇനി നമുക്ക് ഇതിലേക്കൊരു PNG ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൺഗ്രാജുലേഷനും റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ പറ്റുന്ന ഒരു തരം PNG ആണ് നമ്മൾ താഴെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗാലറിയിൽ പോയിട്ട് PNG സെലക്ട് ചെയ്തു. എന്നിട്ട് സൈസൊക്കെ റെഡിയാക്കിയിട്ട് ലെയർ നമ്മൾ ആ സ്ക്വയർ റെക്റ്റാങ്കിളിൻ്റെ താഴേക്ക് വെച്ച് ശരിയാക്കി വെച്ചു. നമ്മൾ ഇന്ന് അൾട്രാ ആയിട്ട് സേവ് ചെയ്തു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഏത് പോസ്റ്റർ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.